വാഗ്ദത്ത ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ ഭൗതിക നന്മകളെല്ലാം അങ്ങയുടെ ദാനമെന്നെണ്ണിക്കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വാക്കുകൾ ഒരിക്കലുമ്പോൾ ഈ സുവിശേഷാലയം അതിനോട് നിശ്ചയമുകളുള്ളതല്ല ശിവനി മന്ദിരം കർത്താവെ, ഇതൊക്കെയും ഇങ്ങനെ ഇത്രയും പൂർത്തീകരിക്കാൻ തക്കവണ്ണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൃപ ചെയ്തു. അവിടുത്തെ ദാനമാണ്, അവിടുന്ന് അനുഗ്രഹിച്ചു. നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യാണ്. ഞങ്ങൾക്ക് വന്നിരിക്കുന്ന നന്മകൾ വളരെയധികമാണെന്ന് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, എണ്ണമില്ലാത്ത നന്മകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അലങ്കരിക്കുന്നവൻ, സംവത്സരത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവം, ഈ സംവത്സരത്തില് ഈ ക്രിസ്മസ് ദിനം ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു സമ്മാനമായിട്ട് ഞങ്ങളെ സുവിശേഷാലയവും സേവനി മന്ദിരവും കാണുന്നു. ഞങ്ങൾ അങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, സമയത്ത് അതിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന വേളയിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് അതിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും ഓർത്ത് അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഇവിടെയുള്ളതായില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, ഞങ്ങളുടെ ജനം കർത്താവെ, അതുപോലെ ഇവിടെ നേതൃത്വം കൊടുക്കുന്ന അച്ഛന് മാത്രമല്ല കർത്താവ്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അനേകരുടെ പിന്നില് കൈത്താങ്ങലുകൾ തന്നു ഓർക്കുമ്പോൾ അവരെല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥിച്ചവര്, അധ്വാനിച്ചവര്, ഇതിന് ധാരാളമായിട്ട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തവര്, ഇതിനാലോചന പറഞ്ഞവര് എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് സ്തുതിക്കുന്നു. അങ്ങനെ കർത്താവ് ഇതിന് പൂർത്തീകരണത്തിൽ വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്റെ ഉപകാരങ്ങൾ മറക്കാതെ നമ്മുടെ നന്ദിയുള്ളവരായിരിക്കാൻ എപ്പോഴും ഇടയാക്കണം. കർത്താവ്, സമയത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് ഈ പ്രതിഷ്ഠാ ശുശ്രൂഷ അനുഗ്രഹഗുണമായി തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മധ്യമ ഞങ്ങൾക്ക് നുകരുവാൻ തക്കവണ്ണം ഈ പകൽക്കാലത്തിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഈ സുവിശേഷാലയത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം ശക്തിയോടുകൂടെ മുഴങ്ങി കേൾക്കുവാൻ, അനേകരുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, വിശ്വാസികൾ നിലനിൽക്കുവാൻ, പിന്മാറ്റക്കാർ തിരിച്ചു വരുവാൻ, ഈ പ്രദേശം ഒരു വെളിച്ചം കണ്ടുവന്ന് പറവാൻ തക്കവണ്ണം കർത്താവെ, അതേ തണ്ടിന്മേൽ കൊളുത്തപ്പെട്ട ഒരു വിളക്ക് പോലെ അത് പ്രകാശിപ്പാൻ, മലമേലിരിക്കുന്ന പട്ടണം പോലെ പ്രകാശിപ്പാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവനാമത്തിൽ കൂടെ മഹിമപ്പെടണം. ഇവിടെ പ്രവർത്തിക്കുവാൻ വരുന്ന പ്രിയപ്പെട്ടവരെ ആസ്വദിച്ച് നന്മകളാൽ മറിച്ചു കൊള്ളാം. കർത്താവെ, സമസ്തവും തിരക്കരത്തിൽ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ, നിന്റെ കൃപ ചൊരിഞ്ഞാട്ടെ. ഈ ശുശ്രൂഷ എനിക്ക് പ്രസാദകരമായിരിക്കട്ടെ. നിന്റെ ആത്മാവിന് നിറവെ ശുശ്രൂഷ വയ്പ്പാൻ കർത്താവിനെ കൃപ നൽകണം. മത്സ്യാർത്ഥന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം നൽകുമാറാകണമേ. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനത്തോടെ അവനെ ഘോഷിക്കാം. സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പീൻ. അവൻ തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നള്ളിയിരിക്കുന്നു. ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹന്യയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എന്റെ ആലയം സകലയാദികൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. യഹോവയുടെ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറ തലമുറയോളം ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. അകമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ,
പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർത്ത് ഘോഷിക്കപ്പെടുന്നവനും സർവത്തിന്റെയും സൃഷ്ടാവും പരിപാലകനുമായ സർവശക്തനായ ദൈവമേ, ഈ സമയത്ത് പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ അടുത്ത് വരുന്നതിന് നീ നൽകിയ അതിരറ്റ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വ്യക്തികളായും കുടുംബങ്ങളായും ഇടവുകളായും സ്വഭയായും ലഭിച്ചിട്ടുള്ള നിരവധി അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഓർത്ത് നിന്നെ വാഴ്ത്തുന്നു. പാപനിമിത്തം നിന്നിൽ നിന്നും വിദൂരസ്ഥരായിരുന്ന ഞങ്ങളെ നിന്റെ ഏകജാതനായ പുത്രന്റെ ക്രൂശിലെ മരണം മൂലം നിന്നോട് നിരപ്പിച്ച് നിന്റെ മക്കളും നിന്റെ രാജ്യത്തിന്റെ ഓഹരിക്കാരുമാക്കി തീർത്ത നിന്റെ മഹാസ്നേഹത്തെയും കരുണയെയും ഓർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെയും പാപരഹിതമായ ജീവിത മാതൃകയെയും അവന്റെ നിസ്തുല്യമായ സ്നേഹത്തെയും അതുല്യമായ ഉപദേശങ്ങളെയും അവന്റെ മഹത്യാഗത്തെയും ക്രൂശുമരണത്തെയും പുനരുദ്ധാനത്തെയും സ്വർഗാരോഹണത്തെയും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പിതാവിന്റെ സന്നിധിയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മധ്യസ്ഥ പൗരോഹിത്യത്തെയും അവന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്വം അനുസരിച്ചുള്ള പുനരാഗമനത്തെയും ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം കരയേറ്റുന്നു. അവന്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുക്കുകയും നീതീകരിക്കുകയും ശുദ്ധീകരിക്കുകയും തേജസ്കരിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവമായ കർത്താവേ, നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങാത്തവനാണല്ലോ. കൈപ്പണിയായ ആലയങ്ങളല്ല, പിന്നെയോ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ നീ വാഞ്ചിക്കുന്നവനാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. 2-3 പേര് നിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും നീ അവരുടെ മധ്യേ എഴുന്നള്ളാമെന്ന് വാക്ക് നൽകിയിട്ടുള്ളതിനാൽ നിന്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളിതാ തൃപ്പാദം ചേർന്ന് വന്നിരിക്കുന്നു. നീ ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്നതിനാൽ ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രങ്ങൾ കരയേറ്റുന്നു. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിനും സത്യത്തിൽ നമസ്കരിക്കുന്നു എന്നരുളി ചെയ്ത കർത്താവേ, നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതിനു വേണ്ടി നിന്റെ ജനത്തിന് കൂട്ടായ്മ ആചരിക്കുന്നതിനും ഈ ആലയത്തിന്റെ ഇതുവരെയുള്ള പണിക്ക് നിന്നിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അവർണ്ണനീയമായ കൃപകൾക്ക് വേണ്ടി ഞങ്ങൾ ഹൃദയത്തോടുകൂടെ നിന്നെ സ്തുതിക്കുന്നു. ഇന്നേ ദിവസം ഈ സുവിശേഷാലയം പ്രതിഷ്ഠിക്കുന്നതിനും നിനക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നതിനും തന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും മഹത്വവും നിരന്തരം കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. 24-ാം സങ്കീർത്തനം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാവുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ സർവ്വത്തിൽ ആർക്കായാലും അവൻ വിശുദ്ധ സ്ഥലത്തെ ആർ നിൽക്കും. അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോടെ നീതിയും പ്രാപിക്കും. വാതിലുകളെ നിങ്ങളുടെ തലയുടെ ഉയർത്തുവേൻ, പണ്ടയുള്ള അതിരുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേൻ, പണ്ടയുള്ള അതിരുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നിന്റെ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നിന്റെ വിശുദ്ധി കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും നിന്റെ നീതി കൊണ്ട് നീതീകരിക്കുകയും നിന്റെ തേജസ് കൊണ്ട് ഞങ്ങളെ തേജസ്കരിക്കുകയും ചെയ്യണമേ. നീ ഞങ്ങളിൽ വസിക്കുകയും ഞങ്ങൾ നിന്നിൽ വസിക്കുകയും ഞങ്ങൾ ഫലം കായ്ക്കുകയും സമൃദ്ധിയായ ഫലം കായ്ക്കുകയും ചെയ്യുവാൻ കൃപയരുളണമേ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, രോഗകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്ന പരിശുദ്ധാത്മഫലം ഞങ്ങളിൽ ഉളവാകുന്നതിനും അങ്ങനെ ഞങ്ങൾ നിന്നെ ദർശിക്കുന്നതിന് മറ്റുള്ളവർക്ക് സാധിക്കുന്നതിനും സഹായിക്കുമാറാകണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പ്രതിവാക്യമായി ചൊല്ലാണ്. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സത്യത്തിലും ആത്മാവിൽ നിന്നെ ആരാധിക്കുന്നതിനായി ഈ ആലയം നിർമ്മിക്കുന്നതിന് ലഭിച്ച നിരവധി കൃപകൾക്കായി ഈ സുവിശേഷാലയത്തിന്റെ പണിക്ക് അവതാരിദാനങ്ങൾ കൊണ്ടും സഹായിക്കുകയും ഇതിന്റെ നിർമ്മാണം ചെലവഴിക്കുകയും ഇതിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ആലോചന നൽകുകയും ചെയ്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടി
പട്ടക്കാർക്ക് വേണ്ടിയും ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വികാരിയായിരിക്കുന്ന പട്ടക്കാരനും ഇവിടെ പ്രവർത്തിക്കുന്ന സുവിശേഷനും സേനിമാർക്കും മറ്റ് ചുമതലക്കാർക്ക് വേണ്ടിയും ഈ സുവിശേഷാലയത്തിൽ കടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവരുടെ നടക്കുന്ന സൺഡേ സ്കൂൾ മുതലായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഇവിടെയുള്ള യുവതി യുവാക്കന്മാർക്കും വേണ്ടിയും സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഇവിടെയുള്ള എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും ഇതിന്റെ രണ്ടാമത്തെ വരവിന്റെ ലക്ഷ്യമായി ക്രിസ്തീയ സഭകളിൽ പലതിലും ദുരുപദേശങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വർദ്ധിക്കുകയും നിന്റെ തിരുവചനത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഈ കാലത്ത് നിന്റെ ദിവ്യോപദേശപ്രകാരം സെയിന്റ് തോമസ് ഇവാഞ്ചലിസ്റ്റ് ചർച്ച് ഓഫ് ഇന്ത്യയെ വിളിച്ച് യേശുക്രിസ്തുവിന്റെയും തിരുവചനത്തിന്റെയും സാക്ഷ്യത്തിനായി വേർതിരിക്കുന്നതിനായി സെന്റ് തോമസ് ഇവാഞ്ചലിസ്റ്റ് ചർച്ച് ഓഫ് ഇന്ത്യയുടെ എല്ലാ ഇടവകൾക്ക് വേണ്ടിയും ഓരോ ഇടവകയിലെ കുടുംബങ്ങൾക്ക് വേണ്ടിയും എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും ഈ സഭയുടെ പ്രസിഡന്റിംഗ് ബിഷപ്പിനും വേണ്ടിയും എല്ലാ പട്ടക്കാർക്കും സുവിശേഷന്മാർക്കും സേവന്മാർക്കും സഭയുടെ എല്ലാ ഓണങ്ങൾക്കും അവ മൂലം നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരുടെ കൂടെ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എൻ്റെ ദൈവമായ യഹോവേ, അടിയൻ തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം സ്ഥാപിക്കുമെന്ന് നീ അറിയിച്ച സ്ഥലമായ ഈ ആലയത്തിന്മേൽ രാവും പകലും തൃക്കൺ. ക്രിസ്തുവ വരുവാനുള്ള നന്മയുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പിടിയില്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവും നേടിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുപക്ഷങ്ങളുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിസ്തമണ്ഡലത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുപക്ഷന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കാന്തനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷി നിർജീവ പ്രവൃത്തികളെ നോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായ ഒരു മരണം ഉണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആവുന്നു. നിയമം ഉള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം, മരിച്ച ശേഷമുള്ള നിയമം സ്ഥാപിതമാവുന്നത്. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പന ഒക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുവറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുറവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാം രക്തം തളിച്ചു.
എവങ്കേലിസ്തൻ എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷം 11-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവർ യെരൂശലേമിൽ എത്തിയപ്പോൾ ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. വൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മതിച്ചിട്ട് കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെ എന്ന് അന്വേഷിച്ചു. പുരുഷാരുമെല്ലാം അവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സുവിശേഷാലയത്തിന്റെ പണി ഇത്രത്തോളം നിർവഹിക്കുന്നതിന് നൽകിയവർക്കായി ഞങ്ങൾ വീണ്ടും സ്തുതിക്കുന്നു. കർത്താവേ, ഈ ആലയത്തിന്റെ നിർമ്മാണത്തിന് സഹായിച്ചുള്ള എല്ലാവരുടെ മേലും നിന്റെ മഹത്വത്തിന്റെ ധനത്തിനും ധാരാളമായ അനുഗ്രഹം വർഷിപ്പിക്കണമേ. ഈ ആലയത്തോട് ചേർന്ന് പണി കഴിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള സേവനീ മന്ദിരത്തിൻ്റെതായിട്ടുള്ള പൂർത്തീകരണത്തിനായിട്ടും സഹായിച്ച അവിടുത്തെ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും അതിന്റെ പിന്നിൽ അധ്വാനിക്കുകയും ആലോചന നൽകുകയും അതിനുവേണ്ടി ധാരാളമായിട്ട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്ത വ്യക്തതയെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഈ പ്രദേശത്തുള്ള കുടുംബങ്ങളെയൊക്കെയും എല്ലാവരെയും ഞങ്ങൾ കൃപാസനത്തിലേക്ക് ഉയർത്തുന്നു. നിന്റെ ആത്മീയവും ലൗകികവുമായ കൃപകൾ അവർക്ക് നൽകണമേ. അവർ ഏകഹൃദയവും ഏകമനസ്സുള്ളവരായി സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും യോജിപ്പിലും വർദ്ധിച്ചു വരുന്നതിന് സഹായിക്കണമേ. അവർ നിന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുന്നതിനും അതുമൂലം കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട സ്നേഹത്തെ അവരുടെ ജീവിതത്തിലും വാക്കുകളിലും വെളിപ്പെടുത്തുന്നതിനും ജാതികളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് അനയിക്കുന്നതിനും നിന്റെ രക്ഷയുടെ സുവിശേഷം ശക്തിയോടുകൂടെ ഘോഷിക്കുന്നതിനും അവരുടത്തോളം കർത്താവിന്റെ വേലിയിൽ വാർദ്ധക്യത്തിലും നിനക്ക് ബലം കായ്ക്കുന്നവരായിരിക്കാൻ കൃപയിൽ വേണമേ. ആപത്തിനത്തിൽ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ യുവതിവാക്കന്മാർക്ക് സ്വർഗീയ ദർശനം നൽകണമേ. സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ നിന്നോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നതിന് അവരെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പൈതങ്ങൾ ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ വർദ്ധിച്ച് വരുന്നതിനും ചെറിയ പ്രായത്തിൽ തന്നെ നിന്നെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുന്നതിനും കൃപ നൽകണമേ. വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവരുടെ ജോലി കർത്താവ് നൽകിയതാണെന്നുള്ള ബോധ്യത്തോടെ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുന്നതിന് അവരെ സഹായിക്കണമേ. അതിനുവേണ്ട വേഗവും പരിജ്ഞാനവും പരിശുദ്ധാത്മ നടത്തിപ്പും അവർക്ക് നൽകണമേ. ജോലിയില്ലാത്തവർക്ക് ജോലിയെ അവിടുന്ന് തന്നെ നൽകണമേ. രോഗത്തിന്മേലും പാപത്തിന്മേലും അധികാരമുള്ള കർത്താവേ, രോഗികളായി കഷ്ടപ്പെടുന്നവരുടെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കുകയും രോഗക്കിടക്ക് നീ തന്നെ മാറ്റിവിരിക്കുകയും അവരുടെ പാപങ്ങളെ മോചിപ്പിക്കുകയും രോഗങ്ങളെ നിന്റെ സൗഖ്യമാക്കുന്ന കൈനീട്ടി സൗഖ്യമാക്കുകയും ചെയ്യണമേ. ദൂരസ്ഥലങ്ങളിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ ശാശ്വത ഭുജങ്ങളിൽ വഹിക്കുകയും നിന്റെ ചിറകിൻ കീഴിൽ മറയ്ക്കുകയും നിന്റെ ഭദ്രമായ കാവലിൽ അവരെ സൂക്ഷിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ കുറവുകൾ പരിഹരിക്കുകയും അതിനെ ശുദ്ധീകരിക്കുകയും ഒരു ശക്തിയായ ഉണർവിനെ നൽകുകയും ഭാരതത്തിന്റെ സുവിശേഷീകരണത്തിന് അതിനെ ശക്തീകരിക്കുകയും അനേക വിധിവാക്കന്മാർ എന്റെ വിളി കേട്ട് ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് രക്ഷയുടെ സുവിശേഷവുമായി കടന്നു പോകുന്നതിന് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രിസൈഡിംഗ് ബിഷപ്പിനെ സ്വർഗീയ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ശരിയായ ആത്മീയ നേതൃത്വം നൽകുന്നതിന് നിന്റെ ദാസനെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബിഷപ്പിനെയും പട്ടക്കാരെയും സിംഹാസന്മാരെയും സുവിശേഷകന്മാരെയും സൈന്യന്മാരെയും സഭാ കൗൺസിലിനെയും പ്രതിസഭയെയും വിവിധ ബോർഡുകളെയും നീ അനുഗ്രഹിച്ച ആശീർവദിക്കും. സകല അവിടുത്തെ നാമമഹത്വത്തിനായി തീർക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ദൈവത്തിന്റെ
സാധ്യമാക്കി തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അവന് സ്തുതി സ്തോത്രങ്ങൾ ഉയരട്ടെ. ഈ സ്ഥാനത്ത് തൻ്റെ ജനത്തിൻ്റെ ദീർഘനാളത്തെ പ്രാർത്ഥനകളുടെ ഫലമായി ദൈവം ആ പ്രാർത്ഥന കേട്ട് ഇത്രയും മനോഹരമായി ഒരാലയം സ്ഥാപിക്കുവാൻ, ഇതിന് ചുറ്റുപാടുകളിലെ സുവിശേഷത്തിൻ്റെ പ്രസിദ്ധിക്ക് വിവിധ നിലകളിൽ ഇത് മുഖാന്തരമായി ഭവിപ്പാൻ വരുംകാലങ്ങളിൽ ദൈവം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇത്രത്തോളം നാം പ്രാർത്ഥിച്ചത് അങ്ങനെ തന്നെയാണ്. ആ വലിയ സാധ്യതയ്ക്കായി, ദൈവത്തിൻ്റെ മഹത്വത്തിനായി നമുക്ക് ഈ ആലയത്തെ പ്രതിഷ്ഠിക്കാം. കർത്താവിന് മഹത്വം കരയറ്റാം. അവൻ വലിയവൻ, അവൻ്റെ നാമം എന്നേക്കും. ജീവനുള്ള സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതിനും ക്രിസ്തീയ കൂട്ടായ്മ ആചരിക്കുന്നതിനും തിരുവചനം വായിക്കുന്നതിനും പഠിക്കുന്നതിനും ഘോഷിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ക്രിസ്തീയ സാക്ഷ്യം നിലനിർത്തുന്നതിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മൗണ്ട് താബോർ സുവിശേഷാലയം വേർതിരിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇവിടെ പ്രവർത്തിക്കുന്ന സേവനീ സഹോദരിമാർക്ക് വേണ്ടി ഉദ്ദേശിച്ച സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴ് ഞങ്ങൾ അവിടേക്ക് പോയി ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മടങ്ങി വന്ന് ഈ ശുശ്രൂഷ അവസാനിക്കും. അതുവരെ എല്ലാവർക്കും ഇരിക്കാം. ഈ അവിടെ പാർക്കുന്ന സേവനിമാരും പ്രവർത്തകരും അങ്ങനെ അത്യാവശ്യം കുറച്ച് പേർക്ക് മുകളിലേക്ക് പ്രവേശിക്കാം. പിന്നെ ബിഷപ്സും പെട്ടക്കാരും വന്ന് പ്രാർത്ഥിച്ചിട്ട് താഴേക്ക് വന്ന് ഇവിടെ ശുശ്രൂഷ തുടങ്ങും. ഇതൊന്ന് പിടിച്ചേ. എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നിത്യനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, എണ്ണമില്ലാത്ത നന്മകളെ ഈ ചെറിയ കൂട്ടത്തിന് നൽകുവാൻ നിനക്ക് പ്രസാദം തോന്നിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
പിതാക്കന്മാരുടെ കാലം മുതൽ ജീവനുള്ള സത്യദൈവത്തെ അറിഞ്ഞ് വിവിധങ്ങളായ നിലകളിലും സ്ഥാനങ്ങളിലും അവനെ സേവിപ്പാനുള്ള സൗകര്യങ്ങളെ നീ തന്ന് ഞങ്ങളെ നടത്തിയ ദൈവമാണ് നിനക്ക് സ്തോത്രം. ഈ പ്രദേശത്ത് ചില ദൈവജനത്തിന്റെ ഉള്ളത്തിൽ നീ കൊടുത്ത ദൈവമായ ഉത്സാഹത്താൽ അവരുത്സാഹിതരായി പ്രവർത്തിച്ച നല്ല പ്രവൃത്തികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ നശിച്ചു പോകുന്ന കെട്ടിടങ്ങളുടെ നിർമ്മിതിയിലല്ല ഞങ്ങൾ സന്തോഷിക്കുന്നത്, അതിലധികമായി നശിക്കാത്തതും സ്വർഗത്തിലേക്ക് നിലനിൽക്കുന്നതുമായ അനേക ആത്മാക്കളെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷകളെ നീ മാനിക്കുന്നു എന്നുള്ളതോർത്ത് നിന്നെ സ്തുതിക്കുന്നു. ആ വേലയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കായും സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങൾ അല്പം മുമ്പ് പ്രതിഷ്ഠിച്ച സുവിശേഷാലയത്തിന്റെയും അതിനോട് ബന്ധപ്പെട്ട് പണിയപ്പെട്ടിരിക്കുന്ന ഈ സേവനി മന്ദിരത്തിന്റെയും ഒക്കെ പണികൾ ഇത്രയും നന്നായി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അനേക കരങ്ങളെ അതിനായി ഉത്സാഹിപ്പിച്ചു എന്നുള്ള ഓർത്ത് സ്തോത്രം. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ധാരാളമായി നൽകുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കായും നിന്നെ വാഴ്ത്തുന്നു. നിന്റെ പണികളിൽ ഏർപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം. എല്ലാം നീ സഫലമാക്കിയ ദൈവം അങ്ങനെ ഈ അനുഗ്രഹീതമായ ദിവസത്തിലേക്കും സമയത്തേക്കും ഞങ്ങളെ കൂട്ടിവരുത്തിയല്ലോ. തുടർന്ന് ഇവിടെ താമസിച്ചുകൊണ്ട് ഈ ചുറ്റിലും ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ഘോഷണത്തിൽ ഏർപ്പെടുന്ന എല്ലാ നിന്റെ മക്കളെയും വിശേഷാൽ സേവനികളെയും ഓർത്ത് നിന്നെ സ്തുതിക്കുക. കർത്താവരെ അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും വിശേഷാൽ സഹോദരിമാരുടെ ഇടയിലെ ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കുകയും ശക്തീകരിക്കുകയും ചെയ്തു കൊള്ളണം. അങ്ങനെ അനേക ആത്മാക്കളെ കർത്താവിനായി ആദായപ്പെടുത്തുവാൻ ഇടയാക്കണം. അവർക്ക് വിശ്രമിക്കുവാൻ, അവർക്ക് കൂട്ടായ്മ ആചരിക്കുവാൻ, അവർക്ക് ദൈവവചനം പഠിക്കുവാൻ, അനേകരുടെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ, അങ്ങനെയുള്ള അതിനായി ഈ ഭവനം നീ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് സ്തോത്രം. നിന്റെ വിശുദ്ധ ദൂതന്മാരെ കൊണ്ട് നിന്നെ കാവലിടണം കർത്താവേ. നീ ഇവിടെ വസിക്കുന്ന കാലാകാലങ്ങളിൽ വസിക്കുന്ന നിന്റെ മക്കളോടുകൂടെ വസിക്കണം. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കാരണക്കാരനായ ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഇതെല്ലാം നിന്റെ മഹത്വത്തിനാക്കി തീർത്ത് ഇവിടെ പാർക്കുന്ന നിന്റെ മക്കളെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഇന്നും എല്ലാ കാലവും അവിടുന്ന് അനുഗ്രഹിച്ചു വഴി നടത്തണമെന്ന് കർത്താവിൻ രക്ഷകനുമാകുന്ന മെസ്സിയായുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ജീവനുള്ള സത്യ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതിനും ക്രിസ്തീയ കൂട്ടായ്മ ആചരിക്കുന്നതും തിരുവചനം വായിക്കുന്നതിനും പഠിക്കുന്നതിനും ഘോഷിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ക്രിസ്തീയ സാക്ഷ്യം നിലനിർത്തുന്നതിനുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുള്ള പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ സേവനി മന്ദിരം വേർതിരിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. വേണ്ടി നീ ആക്കിയിട്ടുള്ളതായിരിക്കുന്ന എല്ലാ നിന്റെ ജനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇവിടെ പ്രവർത്തിച്ചുള്ളതായിരിക്കുന്ന പട്ടക്കാര്, സുവിശേഷകര്, സേവനിമാര്, അതുപോലെ വിധങ്ങളായിരിക്കുന്ന നിലയിൽ പ്രവർത്തിച്ചുള്ളതായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നിന്നെ ഇവിടെയുള്ളതായിരിക്കുന്ന CSI ഇടവകയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അതുപോലെ വിവിധ പ്രകാരത്തിൽ ഞങ്ങളെ സഹായിച്ചുള്ളതായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഈ സുവിശേഷാലയത്തിന്റെയും സേവനമന്ദിരത്തിന്റെയും പ്രതീക്ഷ നടത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് നീ കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഇന്നിവിടെ പ്രതീക്ഷിക്കപ്പെട്ടുള്ളതായിരിക്കുന്ന ഈ സുവിശേഷാലയവും സേവനി മന്ദിരവും അത് ഏറ്റവും അനുഗ്രഹമായ നിലയിൽ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ദൈവകൃപ നൽകി നീ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഞങ്ങൾക്ക് സന്തോഷമായി എന്ന് സംബന്ധിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ കാണുവാൻ നിങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. തുടർന്നുള്ളതായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളെയും അവിടുന്ന് വാഴ്ത്തി ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എത്രയും വിനയമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ ഒരുങ്ങുമെന്ന് സംബന്ധിച്ച് ഏവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അപ്പം
നൂറ്റാണ്ടിൽ ഈ പ്രായാധിക്യം കൊണ്ട് സ്വാഗത പ്രസംഗന് സ്വാഗതമല്ല എന്ന് പറഞ്ഞു തോന്നും. സ്വാഗതത്തിന് മുൻപേ ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവർത്തനങ്ങൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അനുഭവിച്ചറിഞ്ഞു. അതിനെക്കുറിച്ച് ഏതാനും വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുകയില്ല, സമയത്തിട്ടും പോകണം. അത് സ്വാഗതത്തിൽപ്പെട്ടതാണെന്ന് ആരും വിചാരിക്കുകയില്ലല്ലോ. ചെങ്ങന്നൂരുടെ ആരംഭകാലത്ത് മുതൽ പ്രായമുള്ള അനേകം പേര് ഈ ഇടവയിൽ മുൻപോട്ട് വന്നു. അതിലൊരാളായിരുന്നു അമ്പലങ്ങളിലെ ജോൺ സാർ. ജോൺ സാറിൻ്റെ ആത്മീയ താല്പര്യവും ദീർഘവീക്ഷണവും കൊണ്ട് വീടിനോട് ചേർന്ന് ഒരു സുവിശേഷാലയം തുടങ്ങി. അതിന് മൗണ്ട് താബോർ എന്ന പേരായി. ജോയ് സാറ് ദൈവകൃപയാൽ കുവൈറ്റിൽ പോയി ദീർഘവർഷം താമസിച്ചു. സാറിൻ്റെ കാലശേഷവും ഇവിടെ സ്ഥിരമായി താമസിച്ച് വേല ചെയ്യണമെന്നുള്ള താല്പര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ അവിടെ ജോലി ചെയ്തിടത്തോളം കാലം സഭയോട് ആവശ്യപ്പെട്ട് 2 സേവനിമാരെ അയച്ചു. നേരത്തെ താമസിച്ചിരുന്ന ആ കുടുംബ വീട്ടിൽ സേവനിമാർ താമസിച്ചുകൊണ്ട് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് വേല ആരംഭിച്ചു. ഇപ്പോഴും അവിടെ താമസിച്ച വേല തുടരുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ മകളുടെ മകളും ഭർത്താവും അവിടെ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ ക്രിസ്ത്യൻ കോളേജിലെ ഒരു പ്രൊഫസറായി ബാബു സാർ എന്ന് ഞങ്ങൾ പറയും. അദ്ദേഹം ചുങ്കത്തറ കോളേജിൽ നിന്ന് പ്രിൻസിപ്പലായി ഇപ്പോൾ റിട്ടയർ ചെയ്ത് ഒരു 35 വയസ്സുള്ള യുവാവായിട്ട് 55 വയസ്സ് കഴിഞ്ഞ് ഗവൺമെൻറ് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഇന്നിവിടെ ഞാൻ കണ്ടതിൽ ഞാൻ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ വേലയ്ക്ക് വളരെ പ്രോത്സാഹനം തന്ന പ്രൊഫസർമാർ പലരുണ്ട്. ശമുലുട്ടി സാറ്, സാമുവൽ ജോസഫ് സാറ്, ഡേവിഡ് എബ്രഹാം സാറ്, അവരുടെ കുടുംബങ്ങൾ എല്ലാം എടുത്ത് പറയാൻ ഒക്കുകയില്ല. ഈ ദേശവാസികളായ എല്ലാ സഭാ വിഭാഗത്തിലെ ആളുകൾ ഇവിടെ CSIയിൽ ആ കാലത്ത് ഉപദേശിമാരായിരുന്നു. അച്ഛന്മാർ സ്ഥിരമായിട്ടില്ലേ ഈ ഭാഷയിലേക്ക് താമസിച്ചു. പിന്നെ വന്ന അച്ഛന്മാരും സുവിശേഷകരും എല്ലാവരും സഭാഭേദമന്യേ ഈ വേലയ്ക്ക് വേണ്ട കൈത്താങ്ങൾ വന്നു. ഇന്നും അത് ഭംഗിയായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് പല സ്ഥലത്ത് പോയി. ഇവിടെ പഠിച്ച VBSലെ കുട്ടികൾ വിവാഹസ്ഥരായി കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളുമായൊക്കെ താമസിച്ച് ചിലരൊക്കെ എന്നെ അറിയില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊച്ചിലെ വിവാഹമൊക്കെ കേട്ടതല്ലേ, ഞാൻ ഇന്ന BBS പഠിച്ചതാണ്. എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളെ വാർത്തെടുക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വേല ആരംഭിച്ചു. ഞാൻ ചുരുക്കമായിട്ട് പറയട്ടെ. അദ്ദേഹം ഒരു പുതിയ വീട് ചമച്ചു. ഇനിയും ഈ വേല തുടരണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ഥലത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ ഒരു 6 സെന്റ് സ്ഥലം അതിന് വേർതിരിച്ച് തരാം കർത്താവിൻ്റെ പേര്. ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു. അത് ഇച്ചിരി കഠിനമായി. ഞാൻ പറഞ്ഞു സാറിനെ സംശയിക്കുന്നതുകൊണ്ടല്ല, 55 വർഷത്തെ അനുഭവം എനിക്ക് 2 സഭയിലുണ്ട്. വിവിധ സഭയുടെ അനുഭവങ്ങൾ അറിയുകയും ചെയ്യും. അത് സാറിൻ്റെ കാലശേഷം പിന്നെ തലമുറയ്ക്ക് ഇത് ഞങ്ങളുടേതാണെന്ന് പറയാൻ ഇടയാകുമെങ്കിൽ അതിന് ബുദ്ധിമുട്ടാൻ ഞാൻ തയ്യാറാണ്. സാറ് ചെങ്ങന്നൂർ ഇടവകയുടെ പ്രവർത്തനം ഈ ഇടവാതിരത്തിൽ താമസിച്ചുകൊണ്ട് ഈ സെന്ററിൽ സേവനിമാരോ ഉപദേശമാരോ താമസിച്ച് പ്രവർത്തിക്കുന്നത് ഉപയോഗിക്കുകയും ഏതെങ്കിലും കാരണവശാൽ ഈ വേല ഇവിടെ നിന്നു പോയാൽ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയിൽ നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുമ്പോൾ ആ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യക്ക് ഉത്തരവാദിത്വം എടുത്ത് നടത്തത്തക്ക ഒരു തീരാധാരം തരാമെങ്കിൽ എനിക്ക് ദൈവം തന്ന കഴിവൂടെ ഞാൻ ഉപയോഗിക്കാം. ഞാൻ വലിയ കഴിവുള്ളവനല്ല. ഞാൻ പറഞ്ഞതിൻ്റെ 4-ാം ദിവസം സാറ് സഭാ ട്രഷററുടെ പേരിൽ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ പേരിൽ ആഹാരം എഴുതി എനിക്ക് തന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ 94-ൽ ഞാനൊരു ഗൾഫ് യാത്രയ്ക്ക് എൻ്റെ മക്കൾ ക്രമീകരിച്ചു. പോകുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ അതിന് ഉപയോഗിക്കാം. അതിന് മുമ്പത്തെ പ്രാവശ്യത്തിൽ ഞാൻ സഭയിൽ പല കാര്യത്തിന് കൊടുക്കുകയായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് ധൃതിയായിട്ട് ആധാരം എഴുതി കൊടുത്തു. പിന്നെ എനിക്ക് തല പൊളിച്ച് വെക്കുകൊണ്ട് സാറിൻ്റെയും മറ്റു പലരുടെയും പ്രോത്സാഹനം. ഞങ്ങൾ ത്രിമൂർത്തികളായിരുന്നു അന്ന്. ഒന്ന് ചെറിയ സ്നേഹിതരെങ്കിലും കോശി സാറും ജോയിസ് സാറും ഞാനും കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പ്രത്യേകം കൊണ്ടുപോയതുപോലെ ഞങ്ങൾ പരിചരിച്ച കാലം മുതൽ അങ്ങനെയാണ് ഇപ്പോഴും. ഇതുവരെ അത് അവസാനിച്ചിട്ടില്ല. എന്നാൽ കോഴി സാറിന് ചിലപ്പം പരിഭവം തോന്നത്തക്ക അനുഭവങ്ങൾ അവിടെ ഉണ്ടാക്കി. ഒന്നും ഇവിടെ ഒന്നും ചെയ്യാതെ സാറിനെ ശാസിക്കുന്ന കൊടുത്തലാണ് ഞാൻ ഇതൊന്ന് പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ച പോലെ.
കാര്യങ്ങൾ നടക്കാതെ സാറിനെ വല്ലാതെ ചിലപ്പോഴൊക്കെ സ്നേഹബന്ധത്തിൽ ശാസിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ നിലയിലാണ് മുഖപടി എടുത്തത്. അത് ഇവാഞ്ചലിസ്റ്റ് സഭയോട് മാത്രമല്ല, കഴിഞ്ഞ 55 വർഷത്തെ അനുഭവത്തിൽ പെന്തക്കോസിലോ ബ്രദറിലോ മർത്തോമായിലോ യാക്കോബായിലോ ഇതര സഭയിലുള്ള അനേക സ്നേഹിതരും ഞാൻ അവരെ വിസിറ്റ് ചെയ്യുന്നപ്പോൾ ആദ്യമായി തുടങ്ങിയതാണ് എൻ്റെ പേര് പറഞ്ഞു പോയത്. എല്ലാവരും പരിഹരിക്കുന്നത്, പിന്നെ അനേകം സഹായിച്ചു. ചിലരൊക്കെ കൽപ്പിലൊക്കെ ചെന്ന് അങ്ങനെ കുഴപ്പമൊന്നാണ് പറയുന്നത്. യോരീശുമാരൊക്കെ ചെല്ലുമ്പോൾ ദൈവമക്കൾ ചെല്ലുമ്പോൾ എന്ത് എഴുതുന്നു കൊടുക്കണം. അപ്പോൾ ഈ കൈമുടക്ക് തരും. അപ്പോൾ പലരോടും വാങ്ങാൻ മടിച്ചു, ചിലരോട് വാങ്ങി പറഞ്ഞു. പൊതുക്കാര്യം വരുന്നുണ്ട്, ഞാൻ അതിന് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. ഇതര സർക്കാരൊന്നും വിരോധമാണ്. ശരിക്കും പറഞ്ഞാൽ ആരംഭമായിട്ട് 1994 67,365 രൂപ 88 പൈസ ആ യാത്രയിൽ കിട്ടി. ഒരു ധൈര്യം കിട്ടി. പക്ഷെ തുടങ്ങാൻ ഒത്തില്ല. എന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ട് നമുക്ക് ആരും ഒരു കിണർ വേണമല്ലോ. ഈ 6 സെന്റിനകത്ത് നമ്മുടെ കുഴി കിഴക്ക് ലോറൻകുട്ടി കിണറുന്ന സ്ഥാനം കാണും. ഞങ്ങൾ ആരും കൂടെ വന്നപ്പോൾ ആ ഭാഗത്തൊരു സ്ഥാനം കണ്ടുവച്ചു. പ്രാർത്ഥിച്ച് കുറ്റിയടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ലോറൻകുട്ടിക്ക് അതിനേക്കാൾ നല്ലത് കിഴക്കുണ്ടോ എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത് നോക്കിയപ്പോൾ നമ്മുടെ വസ്തുവില്ല ഈ കിണർ പിടിക്കുന്നത്. സാർ വിറ്റ വിലയേക്കാൾ 4,000 രൂപ കൂടുതൽ കൊടുത്ത് 10,000 രൂപയ്ക്ക് 20 സെന്റ് ഈ രൂപയിൽ നിന്നെടുത്ത് 20,000 രൂപയ്ക്ക് 2 സെന്റ് കൂടെ വാങ്ങി 8 സെന്റാണിത്. അതിലാണ് ഇപ്പോൾ കിണർ. ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. അന്ന് കിണർ തീർക്കുവാൻ ശ്രമിച്ചു. തിരുമേനി അതിനാരോ ഏൽപ്പിച്ച പണം ഇങ്ങനെ കിണറിൻ്റെ ഫണ്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്, പൊതുവിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. തിരുമേനി അതിന് പ്രാരംഭത്തിൽ അത് കിട്ടുന്നതിന് മുമ്പുള്ള കാശ് ഒരു ഫണ്ടിൽ നിന്ന് ഏകദേശം 15,000 രൂപയുടെ അടുത്ത് ആരംഭത്തിൽ തന്നു. ആ ഫണ്ടിൽ നിന്നുള്ളെടുത്ത് കിണറൊക്കെ പൂർത്തീകരിച്ചു. അതിലൊരു അത്ഭുതമുണ്ട്. ഞങ്ങൾ സാധാരണക്കാരായ ഉണ്ടാക്കാരാണ് പ്രാർത്ഥിച്ചത്. ഞങ്ങൾ കൂടെ ജോർജ് ഇവിടെ പ്രാർത്ഥിച്ചു. ഈ സ്ഥാനങ്ങളിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ സാറിൻ്റെ വസ്തു ആരും വാങ്ങാതില്ല. പക്ഷേ കിണറ്റിൽ കല്ലുമില്ല, യാതൊരു കുഴപ്പവുമില്ല. സ്ഥിരമായി വെള്ളം കിട്ടത്തക്കൊണ്ട് ഇതിനോട് ചേർന്ന് ആ കിണറിൽ ദൈവം യാക്കോബിൻ്റെ കിണർ പോലെ അനുഗ്രഹിച്ച് തന്നു. അങ്ങനെ ഓരോ കാര്യം ഈ ഇനത്തിൽ ഞാൻ ചുരുക്കട്ടെ. 95-ൽ 33,067 രൂപ പല സ്ഥലത്തു നിന്ന് കിട്ടി. 96-ൽ 99,042 രൂപ കിട്ടി. 97-ൽ 2,17,976 രൂപ കിട്ടി. അത് അമേരിക്കക്കാരോട്, അതായത് നമ്മുടെ PMA പ്രാചാര്യ വികാരിയെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഇതൊന്ന് പറഞ്ഞയച്ചു. കുറേ രൂപ അവിടെ കിട്ടി. അത് 2 ലക്ഷത്തിൽപ്പെട്ടിട്ടുണ്ട്. 98-ൽ 99,094 രൂപ കിട്ടി. ഇപ്പം ഞാൻ 4 മാസമായിട്ട് പോയി വന്നിട്ട് ഇതൊന്ന് പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ് അത് കുറച്ചുകൂടി ഉത്സാഹം തന്നു. 99-ൽ 1,48,560 രൂപ 35 പൈസ കിട്ടി. അങ്ങനെ 6,65,105 രൂപ ഇതുവരെ 6 വർഷമായിട്ട് കിട്ടി. പക്ഷേ ഒരു 4 ലക്ഷം രൂപയെ താഴോട്ട് തീർക്കാമായിരുന്നു. പണമില്ലാഞ്ഞുകൊണ്ട് കാലസ്ഥിതി മാറി. തുടങ്ങിയപ്പോൾ 85 രൂപയായിരുന്നു മേസ്ത്രിക്ക്. ഇപ്പോൾ 200 വരെ കൊടുത്താണ് പണിയിപ്പിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ പലരോട് പറഞ്ഞു, സെമിനാറിൽ താമസിക്കുന്നതിന് ആരെങ്കിലും കഴിഞ്ഞ കാലത്ത് കടന്നുപോയവരെ കുറിച്ച് തരാമെങ്കിൽ തരാമെന്ന് 3 പേര് അത് ഏറ്റു. അവർ 3 പേരും കൂടെ അതിനുള്ള പണം അത് 1.5 വർഷത്തിൽ 2 വർഷത്തോളം അത് പൂർത്തീകരിച്ച ഇതുവരെ ഏകദേശം 7 ലക്ഷം രൂപയോളതിന് ചെലവ് വന്നിട്ടുണ്ട്. മോളത്തേത് ഇതും അതിൽ മോളത്തേത് അവരുടെ പേരുകൾ അവിടെ താല്പര്യപ്രകാരം വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ നെല്ലിക്കൽ പാറപ്പാട്ട് ചെങ്ങന്നൂരുടെ കാരനാണ്. കുഞ്ഞുമോളെന്ന് പറഞ്ഞ ആളെ മരിച്ചു പോയത് ചെറുപ്രായത്തിൽ ഈ സഭനുഭവത്തിന് ശേഷം 61 മരിച്ചതാണ്. കുഞ്ഞുമോളുടെയും രണ്ടാമത് മാർത്തോമാ സുവിശേഷ സംഘത്തിൻ്റെ സേവികാ സംഘത്തിൻ്റെ പ്രവർത്തകയായിരുന്നു. പിന്നെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച ആളാണ്. എൻ്റെ മക്കൾക്കൊരു താല്പര്യം വന്നു. എൻ്റെ കാര്യം ഏതായാലും സേവന്മാർക്ക് താമസിക്കാനുള്ള സുവിശേഷ വേദിക്കുള്ള സ്ഥാപനമായതുകൊണ്ട് അത് ചിന്നമ്മയെന്നാണ് പേര്. പിന്നെ നമ്മുടെ കോശിക്കുഞ്ഞിൻ്റെ ഒരു മകൾ ഈ സഭനുഭവത്തിന് ശേഷം മരിച്ചിട്ടുണ്ട്. എട്ടിയാർ കുഞ്ഞുമോ അസൂസൻ ആ ആലീസ് എന്നായിരുന്നു വീട്ടിലൊക്കെ. ഈ 3 പേരുടെ പേരിലാണ് അതുണ്ടാക്കാനായിട്ട് സാധിച്ചത്. അല്ലെങ്കിൽ 7 ലക്ഷം രൂപ വെച്ച് വെച്ചു. ഇനി ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അനേക സഭയിലെ ആളുകൾ തന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആലോചന തന്ന പലരുണ്ട്. ഇതിൻ്റെ പ്ലാനൊക്കെ ഇവിടെയുള്ള ഒരു എഞ്ചിനീയർ തോമസ് സാറാണ് ക്രമീകരിച്ചത്. അദ്ദേഹം ഇതിന് വളരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം വിളിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഉഷ്ണമുണ്ട്, എനിക്കുമുണ്ട്. അത് മാറണമെങ്കിൽ ഇവിടെ ഒരു 7 ഫാൻ
അതിനേക്കാൾ അത്യാവശ്യം സേവനിമാരുടെ നമ്മളൊക്കെ വന്നാൽ കയറിയിരിക്കുന്ന മുറിയിൽ അവർ കിടക്കുന്ന മുറിയിൽ അധികമൊന്നും വേണ്ട. 2 ഫാൻ വേണം, 9 ഫാൻ ഉടനെ വേണം. ഇവാഞ്ചലിക്ക സഭയിലും ഇതര സഭയിലുള്ളവർ തന്നെന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന പലരാണ്. സഹൃദയ ആരെങ്കിലും ഇന്നത്തെ കൂട്ടത്തിൽ ഓരോ ഫാനും ഈ 9 ഫാനും കൂടി ഇനി തരാമെന്ന് ഞങ്ങൾക്ക് എത്രയും വേഗത്തിൽ അത് ചെയ്യാം. ഇവിടെ വന്നാൽ ഇതുപോലെ സുഖമായിട്ടുള്ള മീറ്റിങ്ങിന് ഇപ്പോൾ ഉള്ള സുഖം ആത്മീയം മാത്രമാണ്, ലൗകികമായിട്ട് ഇച്ചിരി വിഷമത്തിൽ അനുഷ്ഠിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് മാറിക്കും. രണ്ടാമത് 125 കസേരകൾ കൊണ്ടുവന്നതിനാൽ എനിക്ക് വളരെ സ്വാധീനമുള്ള ഒരാളായതുകൊണ്ട് കൊണ്ടുപോകുന്നതും എടുത്തുകൊണ്ട് പോകുന്നതും എല്ലാം 500 രൂപയ്ക്ക് തന്നു. 125 കസേരയ്ക്ക് 500 രൂപയായിരുന്നു. ഇത് മണിക്കൂറുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ കുറേ ബെഞ്ചോ കസേര അതും സംഭാവന കിട്ടിയെങ്കിലേ സാധിക്കുള്ളൂ. ഇക്കാലത്ത് അതൊന്നും കിട്ടില്ല. പ്ലാസ്റ്റിക് കസേരയാണ് ഏറ്റവും സൗകര്യം. അത് ആഗ്രഹമുള്ളവർ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് ഇട്ട് വെച്ച് തത്വനായി ലോകത്തിൽ വന്നു തത്വനായി കടന്നു പോകുന്നു പറഞ്ഞ് പാടി മാത്രമല്ല, പാട്ട് അനുഭവത്തിൽ ഈ ചെറിയ സ്ലിപ്പിൽ ഒരു നല്ല ഒപ്പിട്ട് ഡിപ്പോസിറ്റ് ഉള്ളിടത്തേ തരാവും. ഡിപ്പോസിറ്റ് ഉള്ളവർ തന്നാൽ ഞങ്ങൾ ആരും ഒരു പൈസയും, ഞാൻ ഈ പൈസയുടെ കണക്ക് പറഞ്ഞത് ഡെറംസും ഡോളറും ദിനാറും ഒക്കെയാണ് ഞങ്ങൾ കിട്ടിയത്. അത് മാറി വന്നപ്പോൾ ചില പൈസ കിടക്കാൻ കൂട്ടിയ 35-88 പൈസയുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയുന്നു, അത് സിംഗിൾ പൈസ പോലും നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ള ഉറപ്പ് ദൈവത്തിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് ഇത് കഴിഞ്ഞ ശേഷം വളരെ പ്രാർത്ഥിച്ച് ആലോചിച്ച ശേഷം ഇതിൻ്റെ വയറിങ് നടക്കണം, ഫാൻ ഉണ്ടാകണം, കുറച്ച് ഉപകരണങ്ങൾ ഉണ്ടാകണം. സേവനിമാർക്ക് നല്ല അനുഭവം. നമ്മുടെ പോയി സാർ ഏതോ തടിയെടുത്തപ്പം ശകലം അധികം വന്നിട്ട് ഈ മേശയും 2 സ്റ്റൂളും ഇവിടെ കൊണ്ടിട്ടു. അപ്പോൾ അവർ 3 മേശയായി, 2 പേർക്ക് ഇത് മതി, 2 സ്റ്റൂളുമായി. ഇനി ഭക്ഷണത്തിൻ്റെ വഴി ഉണ്ടായാൽ പിന്നെ ഇത്രയും സംഭാവന കിട്ടിക്കഴിയും. ബാക്കി സംഭാവനയുടെ ചില ഉപകരണങ്ങളോട് വേണം. ഇന്നല്ലാതെ പിന്നെ എപ്പോഴാണ് പറയാൻ ഇത്രയാണെന്നെ കിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ സ്വാഗതമല്ല ഞാൻ പറഞ്ഞത്, ദൈവം നിങ്ങളിൽ കൂടെയാണ് പ്രവർത്തിച്ചത്. ഇതിന് 50,000 രൂപ മുതൽ താഴോട്ട് തന്നവരുണ്ട്. അവരുടെ സമ്മർദ്ദം കൂടാ മാക്സിമം ഇതിന് 50,000 കിട്ടി. അത് തൊട്ട് താഴോട്ട് തന്നവരുണ്ട്. ഈ ദേശവാസികളായ സഭാഭേദം കൂടാതെ അനേകർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സ്ഥാപനം ഇങ്ങനെ നടക്കുന്നു, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് VBSന് പഠിക്കും. പിന്നെ ദൈവം അനുവദിക്കുന്ന പക്ഷം, രണ്ടാമത് കർത്താവ് വരാൻ താമസിക്കുന്ന പക്ഷം, എളുപ്പം വരുമെന്ന് എൻ്റെ വിചാരം, താമസിക്കുന്ന പക്ഷം ഇതിൻ്റെ ആഗ്രഹം ഇത് ചെങ്ങന്നൂർ ഇടവയെ നമ്മൾ ഏൽപ്പിക്കുക, ചെങ്ങന്നൂർ സെൻറ്ററിൻ്റെ വേഗം നടക്കാൻ ഇവിടെ താമസിച്ച് വീണ്ടും VBSും ആത്മീയമായ ശുശ്രൂഷയും കൂട്ടായ്മയും ഭവന സന്ദർശനവും കുറെ കൂടെ ഡെവലപ്പ് ചെയ്ത് ഈ വേഗം തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന വേണം. കഴിഞ്ഞ കാലത്ത് സഹകരണത്തെക്കാൾ കൂടുതൽ സഹകരണം തരണം. സാമ്പത്തികമായി ഇത് ഒന്ന് പൂർത്തീകരിക്കണം. കുറേ പണികൾ ഇന്ന് ഉച്ചവരെ പെയിന്റിംഗ് ആയിരുന്നു, ഇനിയും പണി കിടപ്പുണ്ട്. ഇതൊന്ന് പൂർത്തീകരിക്കണം. ഇനി ഒരു അവസരം കൂടെ പറഞ്ഞ് ഞാൻ ആ വിഷയം അവസാനിപ്പിക്കാം. എന്നാ അവസരം? ഇനി ആർക്കെങ്കിലും മെമ്മോറിയൽ തരം ധനവന്മാരൊക്കെ ഉണ്ട്, വേറെ കാര്യത്തിൽ കൊടുക്കാതെ അതിനപ്പുറത്ത് 1, 2, 3 വിങ്ങൂടെ തീർക്കാൻ കിടക്കണം. അത് 2-3 പേർക്ക് ഒരു വിങ്ങോ, ഒരാളൊരു വിങ്ങോ മെമ്മോറിയലായിട്ട് ഏത് സഭാവിഭാഗത്തിൽപ്പെട്ടവർക്കും പണിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ തലമുറയെയും അനുഗ്രഹിച്ച് ഇത് നിലനിർത്തുവാൻ നിങ്ങളെ എല്ലാവരുടെയും തുടർന്നുള്ള സഹായം അഭ്യർത്ഥിക്കുക. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് തിരുവേലിമാർക്ക് 2ഉം ക്രിസ്മസ് ദിവസമാണ്, വളരെ പ്രോഗ്രാമുള്ള ദിവസമാണ്. പിന്നെ അല്പവിശ്രമം കിട്ടിയാൽ വീട്ടിലൊന്ന് സന്തോഷിച്ച് വിശ്രമിക്കേണ്ട ദിവസമാണ് ക്രിസ്മസ് ദിവസം. ഈ ബന്ധപ്പാടിൻ്റെ 2 പേരും ഇന്ന് വന്നു. അദ്ദേഹം പോയെങ്കിൽ അത്യാവശ്യം ഇന്ന് തൃക്കണ്ണമംഗൽ കൺവെൻഷനിൽ തിരുവില്ലാച്ചതിന് ശേഷം പോകണം. 2 പേരും വിശേഷ ശുശ്രൂഷ നടത്തുകയും ഇന്നത്തെ തുടർന്നുള്ള മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്ത തിരുമേനിയും ഉള്ള സ്വാഗതം ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട പട്ടക്കാർ 2 പേരെ ഇടവക്കാരാണ്. ഒന്നൊരു മുൻ വികാരിയാണ്, ഒന്ന് ഇപ്പോഴത്തെ വികാരിയാണ്. ഒന്ന് ഞാൻ ആ മുഖവരെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആരംഭകാലം മുതൽ ഇവിടുത്തെ CSI ഇടവയും ഈ കുറത്തിയാറ് ഇടവ സഹായിച്ചുകൊണ്ടിരുന്നു ഇവിടുത്തെ വികാരി അച്ഛനാണ്. ഈ അച്ഛന്മാർക്കും ഇടവക്കാരാണെങ്കിലും മെമ്പേഴ്സ് ആണെങ്കിലും ഈ യോഗത്തിൻ്റെ നാമത്തിൽ അവർക്കും ഞാൻ സ്വാഗതം. പ്രൊഫസർമാരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ട് അവർ പണം തന്നും വേലയെ പറഞ്ഞതിന് മാത്രമല്ല, പിന്നെ ആത്മീയമായി ഞങ്ങളെ ഉദ്ദേശിപ്പിക്കുന്നത്. ഞങ്ങളൊക്കെ അല്പം ആത്മീയ കുറവുള്ളവരാണെങ്കിൽ ചിലപ്പോഴൊക്കെ ദൈവമൊക്കെ ചൂട് തരണമുണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് ഞങ്ങൾ ചൂട് കൊടുക്കും. ദേവ് സാറ്
ഇന്ന് ഒരു ക്രിസ്മസ് ദൂത് അല്പസമയം ഇവിടെ സംസാരിക്കും. ഡേവിഡ് സാറിനും ബാബു സാറിനും പിന്നെ ആശംസാ പ്രസംഗം നടത്തുവാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും വിവിധ വിഭാഗങ്ങളിൽ വന്നവരും വിശേഷമാണ് മൗണ്ടതാപൂർ കൂട്ടായ്മയിൽ എല്ലാ വിധത്തിലും സഹകരിക്കുന്ന DPS പഠിപ്പിക്കുന്നവർ അങ്ങനെയുള്ള വിവിധ തുറകളിൽ പഠിപ്പിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ കൂട്ടായ്മയുടെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുക. പിന്നെ സഭയുടെ സെക്രട്ടറി കടന്നുപോയി. ഇനിയും സേവിങ് സെക്രട്ടറി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞ ക്രിസ്മസ് ആണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്ന് സന്തോഷിക്കരുത്. ഞങ്ങൾക്ക് ഇതിന് സേവിങ് സെക്രട്ടറിയോട് വരണം. ഏതായാലും ആ ചെറിയ വലിയവരൊക്കെ അവരെ വിളിക്കുന്നത് ഞങ്ങളൊക്കെ ചെറിയ കാര്യങ്ങൾ വിളിച്ചു. സെക്രട്ടറി ഇന്ന് വന്നു. സെക്രട്ടറിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. വിദേശത്തുള്ള അനേകർ ഇവിടെ ഉണ്ട്. എങ്കിലും ഇത് ഏറ്റവും പ്രോത്സാഹിപ്പിച്ച അവിടെ ചെല്ലുമ്പോൾ പ്രോത്സാഹനം തന്ന രണ്ടുപേരും, ഒരാൾ റിട്ടയർ ചെയ്ത് വന്ന് താമസിക്കുന്നുണ്ട്, ഒരാൾ റിട്ടയർ ചെയ്താലും പോയി വന്ന് നിൽക്കുകയാണ്. ദുബൈയുടെ പേരിൽ നിന്ന് PJ ജോണിക്കുട്ടി, ഡോഹയുടെ പേരിൽ ദീർഘവർഷം പ്രസംഗിച്ച CM ജോർജ് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെ ഉണ്ട്. എല്ലാ പേര് പറയാനില്ലല്ലോ. എൻ്റെ കാഴ്ചയിൽ ഞാൻ പെട്ടെന്ന് കണ്ടവരെ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നവരും വിവിധ ഇടവകളിൽ നിന്നും വിവിധ സഭകളിൽ നിന്നും ഏതെല്ലാം പ്രകാരത്തിൽ ഇവിടെ വന്നിരിക്കുന്നു അവരെ എല്ലാവരും സ്വാഗതം ചെയ്യുക. ഇതിലെല്ലാം ഉപരിയായി ഇന്നത്തെ ക്രിസ്മസ് കരോടുകൂടെ നടത്തുകയാണ്. അതിന് വേണ്ട സൗണ്ട്സ് ഇതിനോടനുബന്ധിച്ച് വന്ന എല്ലാ ക്രമീകരണവും ചെയ്യും. ഞങ്ങളുടെ ഒരു മെമ്പർമാരെ പോലാണ് കഴിഞ്ഞ പ്രാവശ്യം അവരൊക്കെ ഞങ്ങളോട് പെരുമാറിയത്. അങ്ങനെ വന്ന അവരോടുള്ള സ്വാഗതം അറിയിക്കുക. പിന്നെ കൊലസെറ്റിനൊക്കെ സ്വാഗതം പറയാൻ പോയാൽ ഞാൻ അപ്പനും മക്കൾക്ക് കൊടുക്കുകയില്ല. ഇങ്ങനെ അവർക്കൊന്നും ഇപ്പോൾ സ്വാഗതമില്ല. പിന്നെ വിവിധ ഞങ്ങൾക്ക് ഉത്തേജനമൊക്കെ തന്ന സഭ വിട്ടു പോയി ഞങ്ങൾ സങ്കടപ്പെട്ടെങ്കിൽ അവർക്ക് വന്നിട്ടുണ്ട്. വയ്യാതെ വാപ്പിച്ചാണെന്ന് ഇവിടെ വന്നിട്ടുണ്ട്. നടക്കാനൊന്നും വയ്യ. ഈ മണ്ഡലത്തെ വളരെ സ്നേഹിക്കുന്നതാണ്. ആദ്യകാലത്ത് ഇടവേലെ എല്ലാ പ്രവർത്തനത്തിലും അവിടുന്ന് അച്ഛനും കൊച്ചമ്മയും പാപ്പച്ചായും അവരും വന്നത് പ്രത്യേകമായി അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എടുത്തെടുത്ത് പറയുമ്പോൾ ചെന്നെ വിട്ടുപോയെന്ന് വരാം. എല്ലാ വിധത്തിലും വന്നിട്ടുള്ള എല്ലാവർക്കും ഈ കൂട്ടായ്മയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ തിരുവനന്തപുരം ഇടവ, ബാംഗ്ലൂർ ഇടവ, പല ഇടവയിലെ ആളുകളൊക്കെ ഞാൻ കാണുന്നു. മദ്രാസ് ഇടവയിലെ ആളുകളെ കണ്ടു. മറ്റിടവുകളിൽ നിന്നൊക്കെ വന്ന എല്ലാവരും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ക്ഷമയോടെ നിങ്ങൾ കേട്ടിരുന്നതിലും നിങ്ങളോടുള്ള സ്വാഗതവും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ